ഞാൻ എ ഐ ആക്ച്വലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല സിനിമയിൽ അങ്ങനെ. എ ഐനെ അരുൺ പറഞ്ഞ പോലെ തന്നെ ഒരു സപ്പോർട്ട് ടെക്നിക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് മാത്രമാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലവാരത്തിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു പെയിൻറ്ററെ കൊണ്ട് പെയിൻറ്റ് ചെയ്യിക്കുന്നതും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം ആർട്ടിസ്റ്റ് ലെവലിൽ ടെക്നോളജി, ഇത്തരം ഇൻസ്ട്രക്ഷൻ ടെക്നോളജി ബേസ്. ഇപ്പോൾ നമ്മളൊരു കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നിലവിൽ. ഇപ്പോൾ എസ്പെഷ്യലി വീഡിയോസ് ആൻഡ് പിക്ചേഴ്സ് ആൻഡ് ഓൾ. സോ ഇപ്പോൾ നമ്മൾ ആ ആർട്ട് നമ്മൾ ചെയ്യുന്നതും നമ്മൾ ഒരാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ചെയ്യിക്കുന്നതും തമ്മിൽ ആർട്ടിലൊരു വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസത്തിലാണ് ആക്ച്വലി ആർട്ട് നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഒറിജിനൽ ആർട്ട് നിലനിൽക്കുന്ന ഏരിയ ആ ഒരു വ്യത്യാസത്തിലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ടെക്നോളജിക്ക് എതിരല്ല. ഐ ആം ടോട്ടലി വിത്ത് ദ ടെക്നോളജി, ബട്ട് ഐ ആം നോട്ട് അണ്ടർ ദ ടെക്നോളജി. ഞാനിപ്പോഴും ആർട്ടിസ്റ്റ് ചിന്തിക്കുന്നത് പോലെ ടെക്നോളജി ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നില്ല. പലരും ചിന്തിച്ച പോലെ ചിന്തിക്കുന്ന ഒരു മെഷീൻ മാത്രമായിട്ടാണ് ഞാൻ എ ഐനെ കാണുന്നുള്ളൂ. ബിക്കോസ് എ ഐ ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ അൽഗോരിതം ആൻഡ് ഡാറ്റാബേസ്. സോ നിലവിലുള്ള ഡാറ്റാബേസ് വെച്ചിട്ട് എ ഐക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ കഴിയൂ. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് കുറേ കൂടെ പുതുമയുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു പക്ഷേ അതിന് നിങ്ങൾ ചിന്തിക്കുന്നത് തരാൻ പറ്റും. ഞാൻ ഇപ്പം തന്നെ നിലവിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിലവിൽ നിങ്ങൾ ചിന്തിക്കുന്നതിന് വളരെ കൂടുതലോ തീരെ കുറവോ മാത്രമാണ് എ ഐ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് അതേപോലെ തരാൻ എ ഐക്ക് സാധിച്ചിട്ടില്ല. അതിന് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഇതിനെ കൺസിഡർ ചെയ്താൽ എ ഐനെ ഞാൻ സപ്പോർട്ട് സിസ്റ്റം മാത്രമായിട്ട് കാണുന്നുള്ളൂ. എ ഐ നമ്മളെ കടത്തി വെട്ടുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റലിജൻസ് നമ്മുടെ ഇൻ്റലിജൻസുമായിട്ട് ഭാവിയിലൊരു യുദ്ധം നടത്തി ആർട്ടിനും ആർട്ടിസ്റ്റുകളുടെ മുഴുവനും വെട്ടി നിർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. കാരണം ഒരു പക്ഷേ ഈ ജനറേഷൻ സിമ്പിളാകുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആർട്ട് ഫോംസിന് വില കുറയും. എപ്പോഴും ഹാൻഡ് ഓൺ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ആർട്ടിനായിരിക്കും ഇനി ഭാവിയിൽ കൂടുതൽ മൂല്യം ഉണ്ടാകാൻ പോവുക എന്നാണ് ഞാൻ ഇതിനെപ്പറ്റി വിചാരിക്കുന്നത്. സോ ഐ ആം വിത്ത് ദ ടെക്നോളജി, ബട്ട് ഐ ആം നോട്ട് അറ്റ് ഓൾ അഫ്രൈഡ് ഓഫ് ദിസ് ടെക്നോളജി. ഐ വിൽ ജസ്റ്റ് യൂസ് ഇറ്റ് ടു ദ എക്സ്ട്രീം. അതിനെ മടുപ്പിക്കും യൂസ് ചെയ്ത്. എന്നിട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ വേറെ രീതിയിൽ ചെയ്യാത്രേ ഉള്ളൂ. ഇപ്പോൾ കൃഷ്ണേന്ദു പറഞ്ഞ പോലെ തന്നെ അല്ല, ഞാനും എ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫിലിമിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അതിനെതിരൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ സിനിമകളാണെങ്കിൽ ഇപ്പോൾ എയർലി സിനിമ തൊട്ട് തന്നെ ഇപ്പോൾ ഓരോരോ ടെക്നോളജി വളരുന്നതനുസരിച്ച് തന്നെയുള്ള സിനിമയും പലപ്പോഴും വളർന്നിരിക്കുന്നത്. എയർലിയർ സൈലൻറ്റ് ഫിലിമുകളിൽ നിന്ന് പിന്നെ ടോക്കി സിനിമകളിലേക്ക് വരികയും പിന്നീട് പല പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ ഡിജിറ്റൽ സിനിമയിലെത്തി ഇപ്പോൾ അവസാനം എ ഐയുടെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ പുതിയ സങ്കേതങ്ങൾ വരുമ്പോഴും ഓരോ ടെക്നിക്സ് വരുമ്പോഴും നമുക്ക് സാങ്കേതികമായി പുതിയ സംഭവങ്ങൾ വരുമ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അത് കൂടുതൽ നമ്മളെ ചാലഞ്ചിങ് ആക്കുക എന്നുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചാലഞ്ചിങ് ആവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണുന്ന സമയത്ത് ഇപ്പോൾ എ ഐ യൂസ് ചെയ്തിട്ടുള്ള കുറേയധികം റീൽസൊക്കെ കാണാം. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഐസ്ക്രീം സ്കൂപ്പ് പെട്ടെന്ന് അത് മാറി ഒരു പട്ടിക്കുട്ടിയെ മാറുന്ന ഒരു ഒറ്റ ഇമേജ് ചെയ്യുന്നത് നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റീലുകളും കാര്യങ്ങളും അങ്ങനത്തെ കൈൻഡ് ഓഫ് കണ്ടന്റ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സർറിയലിസം ഭയങ്കര എളുപ്പമായി. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോലെ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും നമുക്കൊരു ചാലഞ്ച് തന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിന് എപ്പോഴും ത്രില്ല് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഐ വന്നു കഴിഞ്ഞാൽ ആ എ ഐനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ എ ഐയുടെ മുകളിലേക്ക് ഒരു ആധിപത്യം എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ചിന്തകളെ അതേപോലെ എ ഐ റിഫ്ലക്റ്റ് ചെയ്യില്ല. കൃഷ്ണേന്ദു പറഞ്ഞ പോലെ തന്നെ സെയിം. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും നമ്മളെ കൂടുതൽ ചാലഞ്ചിങ് ആക്കണം. ഇപ്പോഴും ഡിജിറ്റലിലേക്ക് കടന്നതിന് ശേഷം ഡിജിറ്റൽ സിനിമയുടെ അതിൻ്റെ കാര്യങ്ങൾ ഡിജിറ്റൽ സിനിമയുടെ മാക്സിമം പോസിബിലിറ്റി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇനി അതിനാദ്യം തന്നെ നമുക്ക് അത് പോലും ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ടാക്കിൾ ചെയ്യണം. ഇപ്പോഴും നമുക്ക് ആ ഒരു ഫോർമാറ്റ് വരുമ്പോൾ ആ ഫോർമാറ്റിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിനകത്തുള്ള ഒരു ഇത്. എ ഐ ഒരിക്കലും ഒരു മോശമായ സംഭവമൊന്നുമല്ല. ഇപ്പോൾ അലക്സാണ്ടർ സെക്കോറോവിൻ്റെ ഫെയറി ടെയിൽ എന്നുള്ള സിനിമയുടെ അകത്ത് കുറേയധികം എ ഐ യൂസ്ഡ് ആയിട്ടുള്ള ഇമേജറിയും ഡീപ് ഫേക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫിലിം എടുത്തു വെച്ചിരിക്കുന്ന രീതി. അപ്പോൾ അതേപോലെ തന്നെ ലൊക്കാർണോയിൽ ബെറ്റർ നോട്ട് കിൽ ഗ്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു 7 മിനിറ്റ് ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ലൊക്കാർണോയിൽ ഉണ്ടായത്. അതും എൻറ്റയർലി എ ഐ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഫിലിമായിരുന്നു. പക്ഷേ അതിൻ്റെ മുകളിൽ ആ ഡയറക്ടറുകളുടെ കൃത്യമായിട്ടുള്ള കൺട്രോൾ ഭയങ്കര എവിഡൻറ്റും ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനെങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല.
താങ്ക് യു. Hi, thank you so much for inviting me to this panel. I've been using AI for past 3 years. I also started using the early versions of all these chat boxes, and just in the beginning of this year, something changed in my thinking of AI. I also used to think of it as a tool which was helping me in creating images or helping me with general things, even stories and management. But then I realized that it has ascended to a level which kind of excited me, but more than that, it spooked me a bit. And the reason I say that is because there are 5 stages of AI which humanity was never able to achieve until 4 years back, which it has now. The first stage is like, if it can pass a school grader. Second stage is if it can pass a PhD. So we are at a stage in which AI is probably much closer to becoming AGI, which is artificial general intelligence, in which it may start to become sentient. And you can look it up, you can read it up, but if you really use API and you start infusing AI more and more in your products, you will realize we are very close to a science fiction world. And if we keep going this way and governments don't push regulations for it, which they cannot because the cat is out of the box, we are heading into a world in which gaming, cinema, art, everything will have a new definition. That is where we are really heading into, and I didn't used to believe on it, but beginning of this year, I think we are really headed that way. And that world is going to look very different from where we are right now. If you start noticing the internet, if you start noticing the inception of bots everywhere, be it simplest of the YouTube comments or completely well-written articles, or even the manipulation of elections, you will be noticing that yes, the internet is being taken over by bots. That if you just put 1000x of power into it, you might just head into a world which you do not know yet. There's a very famous philosopher, historian called Yuval Noah Harari. He has written more about it, and I would say please read through it and try to use AI for yourself, and I would say adapt it as much as you can before it becomes something you don't understand. Thank you all for the very insightful introduction. Actually, before opening up the floor to the audience, I would like to ask 1 or 2 questions to our panelists. So, we talked about generating AI or AI using AI at the stage of image making. Okay. So, what is prior to that? Maybe in the pre-production stage, how is AI is going to happen? What is the role of AI? Or maybe in the post-production. Hello, welcome. In the post-production stage, how is AI's role that is being played? For example, Indian 2, I think the Tamil film has lots of AI images where the actors who are passed away, they are sort of brought back as images with the help of AI and so on, if I am not wrong. So I would like to know what is your take on AI's contribution in terms of pre-production and post-production, or the production generally in the whole stage of filmmaking in many different levels. So anyone? See, when it comes to filmmaking, right now we see everybody even writing their synopsis with AI. That is a very common phenomenon. I think a lot of people, even young kids who are, I mean, we are also very young, but if we were to, when we were making short films, if we were to write a synopsis through AI, that experience would have been different. I think even now, when you are writing a synopsis, or when you're writing a treatment, or when you're trying to summarize something, you always write 2 drafts, 3 drafts, and 30 mutti, you will arrive at it at some point. But a software doing it for you in 1 click, it can be seen as a very easy thing. At the same time, it can bring a whole idea, it can bring a whole lot of complacency in your work discipline. So there are few people who have control, who have control over their work. They have control over, they are very disciplined. For them, they can make good use of AI. But there are a lot of people who are generally, who don't want to spend more time, who want quick fixes.
So angana quick fix for people who are looking for quick fixes, AI can make them more lazier also, I found, because recently I was in this film bazaar where in co-production market there were about 15 to 20 films selected. When you read their synopsis, it is obvious that at least 7 to 8 of them had AI run through it. When you read the some certain kind of words, there are certain sentence patterns, certain usage of words, which is very clear and indicative of a machine language or a kind of like a um, what you're used to nowadays reading with AI, you know, the style of that kind of writing. So what it does is, even the posters, you know, sometimes in pre-production stage, when you're trying to explain to your producer or when pitching, you want to show a general image, like single poster or something, or some kind of album art or like some kind of inspirational thing. A lot of people use AI and generate that. So in Film Bazaar, what my personal experience was, half of them had like real images, sometimes very poor images shot on mobile phone or shot on a normal camera, not really like amazingly made in that way. And some images were nice. And then were a lot of AI images which had amazing resolution, amazing color. But at the end of the day, you would be actually more interested in that slice of life actual image, even though you know it's like a picture of life. In its own way, it's a photograph. In its own way, it has a some kind of intention behind it. Yeah, even with certain keywords, people do a good this thing and represent their idea in a nice album art and all that. So in these kind of domains, in pre-production, definitely in synopsis writing, in preparing your pitching docket, you know, especially in web series, for all these things, it is definitely helpful, and we are seeing a lot of people use that. But it is also making it, like Krishnendu said, it takes off the rough edges. It polishes it too much. It sometimes takes away the nuances. So exactly, or all the kaiyeduthu sometimes was, we used to like think, you know, when a person, when he's talking or when they're writing, there is something to their own, you know, there's a certain style, you know, which gets a bit more fabricated and polished and misrepresented by the softwares. If you are conscious of this, and if you can find a way to mediate this transition, then AI can be a very functional tool. And even during production, Unreal Engine, so many people are now using. I was just watching the other day some certain shots that people made with Unreal Engine, which have been used in several films, Hollywood films. And I was thinking, in 90s, Kubrick used to take so much effort to make that Ice White Shut sequence when Tom Cruise used to walk on the pathway. He shot New York separately, and then he projected in the back, and then he did so much of work to actually to have that control in the studio. Today you could do it in the Unreal Engine, but that doesn't mean both are like it'll be interesting to see what changes when technology offers you so much and you have to do very little, you know. So that, but sometimes it can also be not that way, because even working with Unreal Engine, it's not necessarily you're not doing much. You can still also do a lot and think of it as a new way of expression. So in terms of production also, we are already seeing things being shot with AI cameras, AI-based programs, and AI-based post-production this thing. So in every technological application, AI has given a kind of a boost in it. I think with a more disciplined person, it will also find its own usage, you know. ഒരു ഫിലിമിൻ്റെ പല സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻസിൽ എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ, അതല്ല അതിൻ്റെ ചോദ്യത്തിൻ്റെ ഇത് അല്ലേ. ഞാൻ മനസ്സിലാക്കിയത് AI കൂടുതലും വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് പ്രസൻറ്റേഷൻ, ക്ലറിക്കൽ അറ്റ്മോസ്ഫിയറിലാണ് എനിക്ക് കുറച്ചും കൂടി പ്രൊഡക്ഷൻ സ്റ്റേജിൽ തോന്നിയിട്ടുള്ളത്. പോസ്റ്റ് പ്രൊഡക്ഷനിൽ കുറച്ചും കൂടി നന്നായിട്ട് AI യൂസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ദ VFX അരീന. ലൈക്ക് ഒരു VFXന് പണ്ട് ഒരു VFX ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് AI ഓൺലൈനിൽ നമുക്ക് ചെയ്തു തരും. അപ്പോൾ അത്തരം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് AI വളരെ നന്നായി നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ മൈൻഡ്, അല്ലെങ്കിൽ ആർട്ടിസ്ട്രി, എസ്തെറ്റിക് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നൊരു ഏരിയയിൽ AI നമുക്ക് പലപ്പോഴും ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു സ്ക്രിപ്റ്റ് പ്രസൻറ്റ് ചെയ്യണം, സിനോപ്സിസ് പ്രസൻറ്റ് ചെയ്യണം, AI വിൽ ഡു ദാറ്റ്. Like you cannot right now you cannot prompt an AI to make a film like Tarkovsky's Nostalgia. You cannot do that. But you can actually ask AI to make a script like Harry Met Sally, When Harry Met Sally.
So that's the difference. AI is very good. ഇപ്പോൾ ഹോളിവുഡ് റൈറ്റേഴ്സ് സ്ട്രൈക്കിന് പോയിട്ടുണ്ടായിരുന്നു. Why? Because most of the Hollywood films, corporate films are, I mean, studio films are formulaic scripts. They depends on formulaic scripts. So if there is a formula, AI can easily regenerate the script for you. You don't need a writer anymore. So if you insist on original artistry, original is a big word, but I am saying, like, if you want to do something different, right now AI can't do that because AI don't have that model with them. So ഇപ്പോൾ പ്രീ പ്രൊഡക്ഷനിലോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലോ ഒക്കെ ഫോർ ഒരു ഫണ്ട് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട പേപ്പർ വർക്കൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് നമുക്ക് ചെയ്തു തരും പെട്ടെന്ന് നമ്മുടെ പ്രോംപ്റ്റ് അനുസരിച്ച്. ബട്ട് അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ അതൊന്നും നമുക്ക് ഉപയോഗം ചെയ്യില്ല. ആ ടൈമിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലവാരത്തിൽ തന്നെ നമ്മൾ ഇടപെടേണ്ടി വരും, സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും പ്രൊഡക്ഷൻ ടൈമിലൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംപ്രവൈസേഷൻ എന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ഇൻ ദാറ്റ് പോയിൻ്റ് എഐയുടെ ഇംപ്രവൈസേഷനും നമ്മുടെ ഇംപ്രവൈസേഷനും ഒരിക്കലും മാച്ച് ആവില്ല എന്നാണ് എനിക്ക് നിലവിൽ തോന്നുന്നത്. നമ്മുടെ ഇമ്പൾസ്, നമ്മുടെ ബ്രെയിൻ വർക്ക് എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. AI വിൽ ഡു ദാറ്റ് ഫോർ യു, പക്ഷേ നമുക്കതുകൊണ്ട് തൃപ്തിയാവില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും വേണ്ടത്. സോ for clerical studio purposes, yes, in pre-production stages and production stages, for what do you say, അതിൻ്റെ നടത്തിപ്പിന് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റേഷന് AI യൂസ് ചെയ്യാം. ഫോർ ദ ക്രിയേറ്റീവ് ആസ്പെക്റ്റ് യു ക്യാൻ യൂസ് AI മോസ്റ്റ്ലി ഫോർ ദ ഇമേജറി പർപ്പസസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, സൗണ്ട് ജനറേഷൻ, ഈ മൂന്ന് കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻ്റ് അതാണ് തോന്നിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഐ എം ലുക്കിംഗ് ലൈക്ക് ഇറ്റ്സ് ഇപ്പോൾ തന്നെ ഇപ്പോൾ സോറ വന്നിട്ടുണ്ട്. അപ്പോൾ സോറയൊക്കെ വളരെ നമുക്ക് കൊതി തോന്നുന്ന തരം ഇമേജസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മളത് കുറച്ച് നേരം കാണുന്നതും നമ്മളതിനെ ഒരു ക്രിയേറ്റീവ് ഒരു കണ്ടൻറ്, അല്ലെങ്കിൽ കണ്ടൻറ് എന്നും പറയില്ല, ഒരു സിനിമ, ഒരു സ്റ്റോറി ടെല്ലിങ്, ഒരു വലിയ ഒരു ആർട്ടിസ്ട്രി പ്രോസസ്സിലോട്ട് എത്തുമ്പോൾ നമ്മൾ എത്ര നേരം അത് കാണും എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ പറയാൻ പറ്റില്ല. ഇപ്പോൾ നാളെ മുതൽ ഇവിടുത്തെ ഡയറക്ടേഴ്സോ ഫിലിം മേക്കേഴ്സോ ആർട്ടിസ്റ്റുകളോ ഇതിനെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ഓഡിയൻസ് അതിന് യൂസ്ഡ് ആയിരിക്കും. സോ ഓഫ് കോഴ്സ് ഓഡിയൻസ് പിന്നെ ഡിമാൻഡ് ചെയ്യുന്ന AI ജനറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും. സോ ആർട്ടിസ്റ്റ് എന്നുള്ള നിലവാരത്തിൽ നമ്മൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ വളരെ കോമ്പറ്റൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോയാലേ ആർട്ട് വർക്കിന് കൂടുതലായിട്ടുള്ള ഒരു മെറിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് AI നമ്മളെ വളരെയധികം ഇത് ചെയ്യുന്നുണ്ട്. ഒരു പിക്ചർ ഡെക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മൂഡ് ബോർഡ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് അതിൻ്റെതായ സഹായം തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഫിലിമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്രിയേറ്റീവ് കൺട്രോൾ എല്ലായ്പ്പോഴും നമ്മുടെ മൈൻഡിനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു റൈറ്റിങ്ങിനകത്ത് തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർമുല കൈൻഡ് ഓഫ് റൈറ്റിംഗ് അല്ലാതെ വളരെ ഇതായിട്ടുള്ളൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്തിട്ടൊക്കെ എഴുതണമെന്ന് വിചാരിച്ചത് ഒരിക്കലും AI കൊണ്ട് എഴുതാൻ പറ്റുന്ന സാധനമല്ല. അത് നമ്മൾ തന്നെ ഇത് ചെയ്യുന്ന വരുന്നൊരു എലമെൻറ്റാണ്. പിന്നെ ഈ പറയുന്ന നമ്മൾ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചധികം ആളുകൾക്കെങ്കിലും ഒട്ടിപ്പിക്ക ഇമേജുകൾ കണ്ടാൽ അത് AI ജനറേറ്റഡ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധവും കൂടി ഇപ്പോൾ നമ്മുടെ ആളുകൾക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒറിജിനാലിറ്റി എന്ന് പറയുന്നൊരു സാധനവും ഇതിനിടയിൽ കിടക്കുന്നുണ്ട്. ക്രിയേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. AI യൂസ് ചെയ്യാം നമുക്ക് അതിൻ്റെ ആവശ്യങ്ങൾക്ക്. ഇപ്പോൾ ഒരു പടത്തിന് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴും ഇപ്പോൾ പറയുന്ന കൂട്ട് ഒരു സൗണ്ട് എഫക്റ്റ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അതുകൊണ്ട് സാധിക്കും. കാരണം ചിലപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് ചെയ്ത് കിട്ടേണ്ട ഒരു സാധനം ചിലപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഒരു വണ്ടിയിൽ കയറി നമുക്കിവിടെ നടക്കാനുള്ള ദൂരമുള്ളെങ്കിലും ചിലപ്പോൾ നമ്മൾ കാറിൽ കയറി പോകുമായിരിക്കും. ചില സമയത്ത് അത് ഓക്കെ, നമ്മളത് ക്രിയേറ്റീവായിട്ട് നമ്മളെ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. I mean, where we are at with AI, I think the best way to use it in script writing would be to just use as a writer's room. You have to come up with your own ideas, you have to come up with your own script as well, but you want to test out the bad ideas as early as possible. And the quickest way to do that could be give
5 different AIs, 5 different prompts to tell them you are this kind of writer, you are that kind of writer, and this is a scenario. And then you want to just test those scripts very quickly, which is a process which can take out months, which you can do in a week or so. And then you can read your script again and again and refine it. You still have to write it down. But if you have a writer's room like this, it's far, far efficient rather than having multiple people testing out how they write. Even better would be to give your own scripts to the AI and let it read through them so that it mimics your writing style, which is much easier to read rather than reading the typical AI, the way it writes it. So I would suggest you just start giving your style to it so that it mimics it first. Same thing for image generation. You have to, if you draw, if you paint, or if you like some artist you work with, before engaging that artist, try to give those artworks to the AI so that it learns it first. So that whenever you are giving it any prompt, it only generates in that style. Then it is your AI. Otherwise, it will always keep you generic stuff. That is very, very important. In VFX, as you mentioned, things are already happening. It is at a very good stage because it is the most tangible aspect of AI. You know, changing the face, changing colors, changing backgrounds. That is something which we can really touch and feel. It is going to propel much faster from here. Creative aspects, we are still a few years away, but we are definitely getting there. Thank you all. നമ്മളോടൊപ്പം ഡോക്ടർ ശ്രീദേവി പി അരവിന്ദ് കൂടെയുണ്ട്. ഡോക്ടർ ശ്രീദേവി പി അരവിന്ദ് മലയാളം സർവകലാശാലയിലെ ചലച്ചിത്ര വിഭാഗം ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഒരു ഫിലിം ക്രിട്ടിക്കാണ്. മാമിനോട് ഒരു 2 വാക്ക് സംസാരിക്കാനായി അഭ്യർത്ഥിക്കുന്നു. ഈ കാലത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും വിശദമായിട്ട് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ChatGPT മുതൽ അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് മുതൽ ഇങ്ങോട്ടുള്ള സാങ്കേതികമായിട്ടുള്ള യാത്രയിൽ എങ്ങനെ AI ഇന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ അതിനെ ആലോചിക്കുന്നത് കുറച്ചുകൂടി വേറൊരു തരത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമ, അത് നമ്മളതിൻ്റെ ചരിത്രം തൊട്ടേ നോക്കണം. ഒരു പക്ഷേ വിശ്വമാനവികതയെ ഇത്രയധികം ഞെട്ടിപ്പിച്ച മറ്റൊരു കലാരൂപം സിനിമ പോലെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് അല്ലേ, നമ്മൾ ഒരു സയൻറ്റിഫിക് ഇൻവെൻഷനായിട്ട് കടന്നു വരികയും വളരെ പെട്ടെന്ന് അതൊരു കൾച്ചറൽ ആർട്ടിഫാക്റ്റായിട്ട് എല്ലായിടത്തും പടർന്ന് വ്യാപിക്കുകയും ചെയ്ത ഒന്നാണ്. ഒരു ഡിജിറ്റൽ നൊമാഡിസിറ്റി എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് സിനിമയെക്കുറിച്ച്. ഇങ്ങനെ പരന്ന് നടന്ന് പെട്ടെന്ന് തന്നെ അത് കൂടുവിട്ട് അല്ലെങ്കിൽ എല്ലാ ചുമരുകളും പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു കലാരൂപം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പല ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കളറ് വരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറ് വരുന്നു, മൂവിങ് ആക്ച്വാലിറ്റി. സിനിമ എന്ന് പറയുന്ന പോലെ വെറുതെ ജസ്റ്റ് മൂവിങ് ഇമേജസ് ആയിട്ടുള്ള. അപ്പോൾ ഇതിലൂടെ കഥ പറയാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് അലീഷ് കെ ബ്ലാഷെ ഈ മൂവിങ് അല്ലെങ്കിൽ ചലനചിത്രങ്ങളിലൂടെ കഥ പറയാൻ ശ്രമിച്ചപ്പോൾ ഇതൊരു ഗേളി തിങ് എന്നാണ് പറഞ്ഞത്. സ്ത്രീകളുടേതായിട്ടുള്ള എന്തോ ഒരു തമാശ പോലത്തെയാണ് ഇതിലൂടെ കഥ പറയാൻ പറ്റുക സിനിമയിലൂടെ എന്ന് പറയുന്നത്. പക്ഷെ അത് കഥ പറഞ്ഞു. അങ്ങനെ സിനിമ വളരെ വലിയ ലോകത്തേക്ക് വളർന്നു. അപ്പോൾ സിനിമയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് വളരെ പുതിയതൊന്നുമല്ല. സിനിമ കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറിയപ്പോഴും ഒരുപക്ഷെ ഇതേപോലത്തെ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരിക്കും. ആളുകൾ അതിലേക്ക് വരാൻ ഒരുപക്ഷെ മടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നീട് ഡിജിറ്റലായി ക്യാമറ. അപ്പോൾ നമ്മൾ സെല്ലുലോയിഡിനെ പറ്റി ഓർക്കും, അല്ലെങ്കിൽ ഫിലിമിനെ കുറിച്ച് പറയും, നൊസ്റ്റാൾജിയ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയധികം മാറ്റങ്ങളിലൂടെ കടന്നുപോയ കലാരൂപം പുതിയൊരു ഫേസായിട്ട് AI കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ നമുക്ക് ചാലഞ്ചസ് ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ട് പലതരത്തിൽ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോളിവുഡിൽ നടന്ന സമരങ്ങളൊക്കെ കണ്ടതാണ്. കഴിഞ്ഞ IFFK തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ സമയത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് പോലും AI ഒരു ഇത് ഡിജിറ്റലി അല്ലെങ്കിൽ ഡാറ്റ എടുക്കുമ്പോൾ, അപ്പം നമ്മൾ AI അടുത്തൊരു കഥ ചോദിക്കുമ്പോൾ അതിന് കൃത്യം ഒരു ഹോളിവുഡ് സിനിമാറ്റിക് ഫോമാണ് അത് തരുന്ന കഥയ്ക്ക് എന്നുള്ളത് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ അത് വെറുതെ നോക്കുമ്പോൾ എല്ലാ കഥകൾക്കും അല്ലെങ്കിൽ നിലനിൽക്കുന്ന മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ഈ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ സംബന്ധിച്ച് ഒരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പം ഞാനടക്കം പഠിക്കുന്ന സമയത്ത് ലാംഗ്വേജ് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഭാഷയായിക്കോട്ടെ സിനിമയായിക്കോട്ടെ, ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതിനെ ഒരു പക്ഷേ നമുക്ക് കുറേയും കൂടെ എളുപ്പത്തിൽ AIയിലൂടെ സാധ്യമാക്കാൻ പറ്റും. കാരണം ഈ ഭാഷ അല്ലെങ്കിൽ ഈ ഫോം, ഈ സ്ട്രക്ചറിനകത്തേക്ക് പെട്ടെന്ന് തന്നെ
തന്നെ ഒരു കഥയെ നമ്മൾ ചില നല്ല കമാൻഡ് കൊടുത്താൽ കൃത്യം ആ സ്ട്രക്ചറിനകത്തേക്ക് ഇടാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനപ്പുറം നമ്മൾ സിനിമ ഒരു ആർട്ട് എന്ന് പറയുന്ന തരത്തിൽ സിനിമ മാത്രമല്ല, ലോകത്തിലെ ഏത് കലാരൂപങ്ങളും എപ്പോഴും ആർട്ടായി മാറുന്നത് അത് പൊളിറ്റിക്കലാവുമ്പോഴാണ്, അത് സമൂഹത്തോട് ഇടപെടുമ്പോഴാണ്, അത് പിന്നെ അതുപോലെ തന്നെ കേൾക്കാത്തവരുടെ ശബ്ദം കേൾപ്പിക്കുമ്പോഴാണ് അത് ആർട്ടാവുന്നത്. ഇത് ചെയ്യാൻ ഒരു പക്ഷേ മനുഷ്യന് തന്നെ ആരുടെ ശബ്ദമാണ് കേൾക്കാത്തത്, ആരാണ് വരാത്തത് എന്നൊക്കെ നോക്കാൻ ഒരു പക്ഷേ മനുഷ്യന് തന്നെയാണ് സാധ്യമാവുക എന്നും അവിടെയാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന പോലെ തരത്തിലുള്ള ഡിസ്കഷൻസ് മുഴുവൻ നടക്കുന്നത്. നിലനിൽക്കുന്ന സ്ട്രക്ചറിനെ പൊളിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഫോമും മീഡിയവും തമ്മിലുള്ള ഇത് രണ്ടും കൂടി ആയി മാറിയിട്ടുള്ളൊരു കലാരൂപം. സിനിമ എന്ന് പറയുന്നതിനെ ഒരു അംബർല ടേമായിട്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ സിനിമ തുടങ്ങുന്ന കാലം തൊട്ട്, അല്ലെങ്കിൽ സെർജി ഐസൻസ്റ്റീൻ മുതൽ ഇങ്ങോട്ട് ആൻഡ്രെ ബാസിൻ തുടങ്ങിയ നോയൽ കരോൾ എല്ലാ ആളുകളും സൈദ്ധാന്തികരും മേക്കേഴ്സും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് സിനിമ എന്നുള്ളതാണ്. എന്താണ് സിനിമ എന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകളാണ് സിനിമയുടെ മേക്കിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ തിയറിയിലാണ്. 60s വരെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് പിന്നെ സൈദ്ധാന്തികർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അപ്പം ഇങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ എയുടെ കാലത്ത് ഒരു ഫോമിനകത്ത് ഇടപെടാൻ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു സ്റ്റേജാണ്. ഇതിനൊരു മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഏതൊരു ഡാറ്റയെയും, ആലോചിക്കുന്ന ഡാറ്റയെ പോലും അതിനെ എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഡാറ്റനെ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഈ അറിവിനെ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ്. AI എന്ന് കേട്ട കാലത്തുനിന്ന് ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് അത് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഒരു ഹ്യൂമൻ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഇമോഷണലി ഒരാളുമായിട്ട് ചേരാൻ പറ്റുന്നത്, അപരം എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ അപരത്വത്തിലേക്ക് പകർന്നൊഴുകാൻ പറ്റുന്ന മനുഷ്യൻ്റെ കഴിവൊന്നും ഒരുപക്ഷെ ഒരു യന്ത്രത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല. അത് പലപ്പോഴും ആർട്ടിൽ പലപ്പോഴും പ്രതിഫലിക്കാറുണ്ട്. അത്തരം അപരത്തിനെ ചേർത്ത് വയ്ക്കുന്ന സിനിമകളെയാണ് നമ്മൾ നല്ല സിനിമ എന്നൊക്കെ പലപ്പോഴും വിളിക്കാറ്. വളരെ നല്ല സിനിമകൾ, റെനെ റൈഫൻസ്താൾ വളരെ നല്ല സിനിമയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എവിടെ കൊണ്ടാണ് നമ്മൾ വിയോജിപ്പ് കാണിക്കുന്നത് എന്നുള്ളത് അത് ഏത് പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അത്തരത്തിൽ അല്ലെങ്കിൽ കാണാത്ത ശബ്ദങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ഒരു പണിയെടുക്കാൻ ഒരുപക്ഷെ മനുഷ്യന് തന്നെയാണ് സാധിക്കുക എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊരു ചലഞ്ചല്ല. ഈ ഫോമൊക്കെ അത് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ആ ഫോമിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് എളുപ്പം പഠിക്കാനും അതിനെ കുറച്ചും കൂടി എളുപ്പം കാര്യങ്ങൾ കമ്പ്യൂട്ടറൊക്കെ വരുന്ന സമയത്തുണ്ടായിരുന്ന പോലത്തെ ഒരു ആശങ്കയായിട്ടാണ് ഇതിനെ കാണുന്നുള്ളൂ. കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിലേക്ക് AI-നെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇനി വേണമെങ്കിൽ ഡിസ്കഷനിൽ പറയാവുന്നതാണ്. താങ്ക് യു. ഇനി ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, പാനലിലെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങളാവാം. ഞാൻ ജനറേറ്റീവ് AI കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് മെറ്റ AI. അപ്പം മെറ്റയോട് ചോദിച്ചപ്പോഴും എനിക്ക് കിട്ടിയ അനുഭവം ശ്രീവിദ്യ പറഞ്ഞു തന്നെയാണ്. കാരണം കുറച്ച് ടെംപ്ലേറ്റുകളിൽ ഒതുക്കാനല്ലാതെ, അല്ലെങ്കിൽ ഹോളിവുഡിൻ്റെ ഒരു ഫോർമുല എടുക്കാനല്ലാതെ ജനറേറ്റീവ് AIന് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ സ്റ്റേജിൽ. അത് സിനിമയുടെ സിൻടാക്സ്, അത് അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിനിൻ്റെ സിൻടാക്സ് അതിനുണ്ട്, പക്ഷേ സെമാൻറ്റിക്സ്, അർത്ഥബന്ധങ്ങൾ ഇതുവരെ ഇല്ല. അല്ലെങ്കിൽ തിയോ അഡോഡോ പറഞ്ഞ മാതിരി ആർട്ടിസ്റ്റ് ദ സെഡിമെൻ്റഡ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ മിസറി, താങ്കൾ പറഞ്ഞ പോലെ അടുത്തവൻ്റെ വേദന അത് കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കരച്ചിലിൻ്റെ സോഴ്സ് എന്താണ് അത് അറിയുന്നില്ല, ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ അതറിയുന്നില്ല. ഇറ്റ് ഈസ് മിയർ ടെംപ്ലേറ്റ് ക്രിയേറ്റഡ് ബൈ എ പ്രോഗ്രാമർ എന്നുള്ളത് മാത്രമാണ്. ഇല്ല, ഞാൻ ഈ രണ്ടാമത്തെ ആളിനോടാണ്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഫീമെയിൽ ഗേറ്റ്, ഈ സ്ത്രീകൾ നടക്കുന്നതിനെ പറ്റി ഒരു ഫിലിം ഉണ്ടാക്കുന്നതിന് സ്ക്രിപ്റ്റ് എഴുതി തരാനായിട്ട് ജനറേറ്റ് AIയോട് പറഞ്ഞു. അപ്പോൾ അത് ചെയ്തത് കുറേ ക്ലാസിക്കൽ ലീവ് ഉൾമാൻ പോലെയുള്ള നടിമാരുടെ ഗേറ്റ്സ് സൂം ചെയ്തെടുക്കുന്നു. അവസാനം ചെയ്യുന്നത് അവർ പറഞ്ഞു ഒരു ആക്സിഡൻറ്റിൽ ഒരാളുടെ കാല് നഷ്ടപ്പെടുന്നു. ആ രീതിയിൽ കഥ ഡെവലപ്പ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗേറ്റിൻ്റെ, അതായത് വനിതാ നടത്തത്തിൻ്റെ ഒരു ഫിലിം ഉണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അത് നന്നായിട്ടത് ക്രിയേറ്റീവ് ആയിട്ട് തോന്നിപ്പിച്ചു, പക്ഷേ ക്രിയേറ്റീവ് അല്ല. ഇറ്റ് ഈസ് സ്റ്റിൽ എ ടെംപ്ലേറ്റ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ദ സെക്കൻഡ്.
താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോട് ചേർന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് നിലവിൽ ടെംപ്ലേറ്റ് ബേസ്ഡ് ആണ്, ഡേറ്റാബേസ് ആൻഡ് ടെംപ്ലേറ്റുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ആർട്ടിൻ്റെ പഠനവും അങ്ങനെയൊക്കെ തന്നെ ആട്ടോ. നമ്മൾ ഹിസ്റ്റോറിക്കലി ആർട്ട് പഠിക്കുമ്പോഴും നമ്മൾ ഡേറ്റ വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഒരു മെഷീൻ ഈ ഡേറ്റയെ ജനറേറ്റ് ചെയ്ത് ഉപയോഗിച്ച് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതും ഒരു ഹ്യൂമൻ ഈ ഡേറ്റയെ വെച്ച് ജനറേറ്റ് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട് നിലവിൽ. അതിൽ താങ്കൾ പറഞ്ഞ പോലെ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഒരു വലിയ പോയിൻ്റാണ്. ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്നുള്ളത് അതും ബ്രെയിനും കോറിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു 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 ആർട്ട് ഫോം, ഒരു സാധനം അവിടെ ഉണ്ടാകുന്നത്. ദെൻ സെക്കൻഡ്ലി ഈ സിനിമ എന്നുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് യു ക്യാൻ ആക്ച്വലി മേക്ക് ഔട്ട് ഓഫ് എ നൗ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സിനിമ ഇറ്റ് ഈസ് ലാർജ്ലി ഓൺ ഫോം ആൻഡ് സ്ട്രക്ചർ. ഈ ഫോം സ്ട്രക്ചർ, എസ്പെഷ്യലി ഫോം ഈസ് നമ്മളുടെ ബ്രെയിനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു ഏരിയയാണ് ഈ സിനിമയുടെ ഫോം എന്നുള്ളത്. അത് വളരെ ഇമ്പൾസീവ് ആവാം, അതിൽ ഒത്തിരി പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതിൽ ഇംപ്രവൈസേഷൻസും വരും സിനിമയുടെ ഫോം നിശ്ചയിക്കുന്നതിൽ. നിങ്ങൾക്ക് വളരെ ലീനിയർ ആയിട്ടുള്ളൊരു കഥ പറയുന്ന സിനിമ, അതിൻ്റെ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് AI ഇപ്പോഴും എഴുതാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ലാണ്ട്. പക്ഷേ സിനിമ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് സിനിമാറ്റിക് ടൂൾസ്, സിനിമയുടെ ക്രാഫ്റ്റിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതിലാണ്. അതർവൈസ് നിങ്ങൾക്ക് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും, ഒരു നറേറ്റീവ് സിനിമ യു ക്യാൻ മേക്ക്. ബട്ട് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു 10,000 സിനിമ, 20,000 സിനിമ, അല്ലെങ്കിൽ 1,00,000 സിനിമേനും അതുപോലെ തന്നെ കാണിച്ചു തരാനും പറ്റും. സോ റിപ്പീറ്റേഷനാണ് കൂടുതലും നമുക്ക് തരാൻ സാധ്യത കൂടുതൽ. ചോദ്യമല്ല എന്ന് തോന്നണു അല്ലേ, ഇത് അഭിപ്രായമായിട്ട് ചേർത്തതാണ് തോന്നണു. ഇപ്പോൾ കൃഷ്ണേന്ദു പറഞ്ഞ പോലെ സിനിമാറ്റിക് ഫോമിനകത്ത് ഇപ്പം ഈ ഫോമിന് ഇത് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ലൗഡായിട്ട് ആലോചിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ ഫോം ചിലപ്പോൾ നമ്മൾ പഠിച്ച് അനലൈസ് ചെയ്ത് വരുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ചിലപ്പോൾ കുറച്ച് തരും, എളുപ്പം നമുക്ക് ആ ഫോം തരും നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ സിനിമാറ്റിക് ഫോമിനെ തന്നെ ഇപ്പോൾ നോയൽ കരോണിനെ തിയറിയിൽ തന്നെ അതിന് പലതരത്തിൽ പറയണ്ടേ. ഇറ്റ്സ് എ ഫോം ഓഫ് എക്സ്പ്രഷനായിട്ട് ഫോം, കാറ്റഗറി, അങ്ങനെ മീഡിയം. ഇങ്ങനെ ഇപ്പോൾ സിനിമേനെ ഇപ്പം നമ്മൾ ഫോം എന്നുള്ള രീതിയിലല്ല, അതിനെ ഫോമായിട്ടും മീഡിയമായിട്ടും ചേർത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ പലതരത്തിലുള്ള ഫോമുകളെ ഒറ്റയടിക്ക് നമുക്ക് എന്താണ് ആ ഫോം എന്നുള്ളത് ഒരു AIക്ക് പെട്ടെന്ന് പഠിപ്പിച്ചു തരാൻ പറ്റും. ഓരോന്നോരോന്ന് നമ്മൾ അതിനെ അനലൈസ് ചെയ്തെടുക്കാനുള്ള സമയമൊന്നും വേണ്ട. ചരിത്രവും ഡാറ്റയൊക്കെ അതിൻ്റെ അടുത്ത് വളരെ പെട്ടെന്നുള്ളതുകൊണ്ട് എന്ത് സാധനം നമ്മൾ എഴുതുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സ്ട്രക്ചറിലേക്ക് ഇട്ട് തരിക എന്നുള്ളതാണ് പലപ്പോഴും. വെറുതെ കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി, നമ്മളിങ്ങനെ വെറുതെ കുറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫോമിനകത്തേക്ക്. അത് സിനിമ മാത്രമല്ല കേട്ടോ, അപ്പോൾ അതൊരു തീസിസ് എഴുതണമെങ്കിൽ, സിനോപ്സിസ് എഴുതുന്നതാണെങ്കിൽ, കഥ എഴുതുന്നതാണെങ്കിൽ ആ ഫോമിനകത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഫോമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ബിന്ദറൊക്കെ പോലത്തെ ചാനലിനകത്ത്, യൂട്യൂബ് ചാനലിനകത്ത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഹോളിവുഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഏറ്റവും പോപ്പുലറായ സ്ട്രക്ചറിൻ്റെ പിന്നെ രീതികൾ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ പോപ്പുലർ അല്ലാത്ത സ്ട്രക്ചർ അത് പഠിക്കൂട്ടെ, പെട്ടെന്ന് തന്നെ ഒരു ഒറ്റ ഇൻസ്റ്റൻസ് മതിയായിരിക്കും AIക്ക്. പക്ഷെ നിലവിൽ പക്ഷെ എന്നാലും മനുഷ്യൻ്റെ കഥകൾക്ക് എന്താണ് പറയുക, അനന്തമായ കഥകളും അനന്തമായ മനുഷ്യൻ്റെ അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് ഒരു യന്ത്രത്തിന് കടന്നു വരാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പല ആളുകൾക്കും എനിക്ക് തോന്നുന്നു കുറേയും കൂടെ ഡെമോക്രാറ്റിക് ആവുന്നു. കാരണം പലതും നിലവിലില്ല. നമ്മൾ ഈ ഫോം പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും മേക്കേഴ്സ് ആണെങ്കിലും ഇപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് പോലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഈ ഫോമിനകത്ത് പെട്ട് കിടക്കുകയാണ് ആളുകൾ. ഈ ഫോമിന് പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല. ഏത് കഥ കിട്ടിയാലും നമ്മൾ ആലോചിക്കുന്നത് ഹീറോസ് ജേണിയുടെ ഫോർമാറ്റാണ്. സ്ക്രിപ്റ്റ് ആലോചിക്കുമ്പോൾ 3 ആക്റ്റിലാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഈ ആലോചനകൾക്ക് ഈ നിലനിൽക്കുന്ന ഫോമിൻ്റെ സ്വഭാവമുണ്ട്. അപ്പോൾ ഈ ഫോം ഇന്നതാണെന്നൊരു മെഷീൻ നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിനെ അല്ലെങ്കിൽ കവച്ച് കടക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ആർജവം കൂടുമെന്നും, അത് ആ അർത്ഥത്തിൽ നമ്മളതിനെ കുറേ കൂടെ ക്രിയേറ്റീവ് ആക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും നമ്മൾ ഇതുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് നമുക്കിത് പോരാ എന്ന് തോന്നുന്നത്, നമ്മൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആവാത്തത്. ഇതല്ല കഥ, ഇങ്ങനെയല്ല അതിൻ്റെ സ്ട്രക്ചർ വേണ്ടത്. അപ്പോൾ കാണി എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരക്കാരനല്ല. അപ്പോൾ ലോറ മുൽവയുടെ തന്നെ 24 പിന്നെ സിനിമ, പിന്നെ അവരുടെ ഒരു സിനിമയെക്കുറിച്ച് തന്നെയുള്ള ഒരു ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് ഈ ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ
നിൽക്കുന്ന ഒരു ഫോം നമുക്ക് മതിയാവാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രക്ചർ നിലനിൽക്കുന്ന സ്ട്രക്ചറിനോട് നമ്മളെപ്പോഴും ക്രിട്ടിക്ക് ആവുന്നത് കൊണ്ടാണ്, മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ കാണിയാണ് സത്യത്തിൽ കുറേ കൂടെ ഇൻ്റലക്ച്വലായ, കാണിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പെക്ടേറ്ററെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാണണമെന്നും. അപ്പോൾ ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ എയുടെ ഒരു സഹായം വെച്ചുകൊണ്ട് നമുക്ക് സിനിമയിലെ ആണെങ്കിൽ ഏത് ആർട്ടിലാണെങ്കിലും കുറേ കൂടെ ദൂരം കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ പിന്നെ സംവിധാനങ്ങൾ വരുമ്പോൾ പോലും നമുക്ക് ഇത് തന്നെയാണ് കുറേ കൂടെ പണി എളുപ്പമാവുന്നുണ്ട്, കൂടുതൽ അത് ജനാധിപത്യപരമാവാനുള്ള സാധ്യതകളും ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു. There should be any ethical considerations when using or developing AI? I mean, people have tried that. I mean, just if you just look at the news, there was this 26-year-old boy who has resigned from OpenAI, and he was a whistleblower. He was saying the way they are collecting the data there was something wrong with it, and he was found dead in his apartment. There are a lot of things happening under the hood in all these things, how they are getting the data, how people are generating the data. But when you generate using a certain AI, and that's a really, really big company, you may never know how they gathered all that data, why it became so good, how did it reach that point. In terms of how you're generating, there will be questions, but in terms of ethics, I don't know, because the tool you are using already has a shady origin, you know. So I think when you use AI, it will become in two parts. Like I think in the morning a gentleman said there will be two different worlds in which we are seeing AI created films and the normal films. We are seeing that a lot in our art as well these days, in which there are completely different sections for AI generated art, and there are no questions about it. You can do whatever you want, and then people who are actually making hand-drawn art. But I think still that it's still very, very early to say all this, because we are definitely heading into a different kind of world in which we have to rethink not just cinema and all, but also the ethics of it, how and why we are using these things. Because once it reaches that AGI level, around 26, 27, then these questions may not matter that much. Just an extension of the question. So Arun said when he was at Film Bazaar, he noticed 7-8 projects, and he noticed what was AI versus non-AI. So you're saying that by 26, 27, you won't notice it? You can do that right now. You can create something which may not look like AI at all. When I mentioned this, I mentioned when I just give my drawings to AI and I say, please mimic this, learn these first. Then when you see those generations, you can never tell it is AI. Same goes for writing. I'm talking about writing style, not original ideas. That may not happen so quickly. But if you give your scripts to AI and say, this is how I write, now I'm giving you this scene, please write it down in my style, you may never say that it is AI generated. And these are again some very advanced AIs in which you have to use a bit of API. You have to tell API to use it in a certain way. You can't just open the free version of any ChatGPT, Claude, Gemini and ask it to generate something and say it is bad. You have to go deep enough right now. Any other questions? കൂടുതൽ ചോദ്യങ്ങൾ ആർക്കെങ്കിലും? സാർ, ശ്രീവിദ്യയോടാണ്. ഈ ഹോളിവുഡിൽ കഴിഞ്ഞ വർഷം ഒരു സമരം നടന്നിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും സ്ട്രീറ്റിലായിരുന്നു. അപ്പോൾ ദേ ആർ സ്കെയർഡ് ഓഫ് ജനറേറ്റീവ് മേക്കിംഗ്, എഡിറ്റിംഗ് ഫിലിംസ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അപ്പോൾ അങ്ങനെ ഒരു ഏജ് വരുമ്പോൾ, അതായത് AI സിനിമ വന്നു കഴിയുമ്പോൾ ഫിസിക്കൽ ആർട്ടിസ്റ്റുകളെല്ലാം വാനിഷ് ചെയ്യുമോ, അതോ വിർച്വൽ ആർട്ടിസ്റ്റുകൾ മാത്രമേ നിൽക്കുമോ, അതോ നമ്മളെപ്പോലുള്ള ഫിസിക്കൽ ആർട്ടിസ്റ്റുകൾ നിൽക്കാനുള്ള സാധ്യത എന്താണ്? കാരണം ഇത് വളരെ ത്രെട്ടഡി, വി ആർ സ്കെയർഡ് ഓഫ് ഇറ്റ്. A time will come, as he said, at the point of singularity, the generative will become general AI, and then to quantum GAI, and then to exponential growth. അപ്പോഴെന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? കാരണം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ഇത് സിംഗുലാരിറ്റി എത്തുകയും ഹ്യൂമൻ ബ്രെയിനിനെ ഔട്ട് പേസ് ചെയ്യുകയും ചെയ്യും. ആ ഒരു മൂമെൻറ്റിൽ around 2040 it will overtake human brain. അങ്ങനെയുള്ള ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാം. ഹൈപ്പോത്തറ്റിക്കലാണ്. ഇത് ഇങ്ങനൊരു അഭിപ്രായത്തിൽ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയണതെന്ന് വെച്ചാൽ, ഇപ്പോൾ
ഹോളിവുഡ് നമുക്കറിയാം സമരം നടന്നതും ആളുകൾ ഈ പേടിച്ചതും പിന്നെ ഈ പറഞ്ഞ പോലെ ചലഞ്ച് ആവുമോ എന്നുള്ളതാണ്, ജോലി പോവുമോ എന്നുള്ളതാണ്. ഈ സമരങ്ങൾ നമുക്കറിയാം, കമ്പ്യൂട്ടർ വന്ന കാലത്തൊക്കെ നമ്മൾ പല പല സമയത്ത് ഇപ്പോൾ ഈ പിന്നെ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന പോലെ പോസ്റ്റുകളൊന്നും ആവശ്യമില്ല, പ്രൂഫ് റീഡിംഗ് ഒക്കെ നമുക്ക് ചെയ്തു തരും പല കാര്യത്തിലും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അത്തരം മേഖലയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. വാട്ട് ഈസ് സിനിമ എന്നുള്ളതിനകത്ത് ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു സിനിമ വേണമോ, ഇനി സിനിമ എന്നുള്ള ഒരു പക്ഷേ വാക്ക് തന്നെയാണോ നിലനിൽക്കുക എന്ന് എനിക്ക് സംശയം. ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈപ്പോത്തറ്റിക് ആണ്, ആലോചനയാണ്. ചിലപ്പോൾ സിനിമ എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കാം, വേറൊരു ഫോം ആയിരിക്കാം. ഇപ്പോൾ കുറേ കൂടെ ആളുകൾ കംഫർട്ടബിൾ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്ന ഫ്രെയിമിനെ വെർട്ടിക്കൽ ഫ്രെയിമായിട്ട് നമ്മൾ ഭയങ്കര യൂസ്ഡാണ് അതുമായിട്ട്. ഇപ്പോൾ സിനിമയുടെ ഒരു ഫ്രെയിമിൻ്റെ സ്ട്രക്ചറിന് വലിയ കാലതാമസമില്ലാതെ പക്ഷേ കോവിഡിൻ്റെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വളരെ യൂസ്ഡ് ആവുന്നത് ഈ സ്ട്രക്ചറാണ്. അത് പലപ്പോഴും സിനിമയിൽ ഈ ചാറ്റ് അങ്ങനെ കുറേ ഭാഗങ്ങൾ തന്നെ അങ്ങനെയായി പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇതിൻ്റെ ഫ്രെയിം മാറിയത്, കാരണം നമ്മൾ ആ ഫ്രെയിമുമായി യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമ അതിൻ്റെ പിന്നെ ഒരു ഈ ഫോമിനകത്ത് ഒരു മാറ്റം, ചിലപ്പോൾ സിനിമ എന്നുള്ള വാക്ക് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സെല്ലുലോയിഡ് ഇല്ല, അല്ലെങ്കിൽ കളറ് വരുമ്പോൾ നമുക്ക് ഈ പേടിയിട്ടുണ്ടായിട്ടുണ്ടാവും, ശബ്ദം വരുമ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഈ പക്ഷേ എനിക്കങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇതിനൊരു പ്ലാസ്റ്റിക് ഫീൽ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ ഫോമാറ്റിൽ പലതും നിർമ്മിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എത്രയും ഇമാജിനേറ്റീവ് ആണല്ലോ. പക്ഷെ ഈ നിൽക്കുന്ന നമ്മളെപ്പോഴും ആർട്ടിലൊക്കെ മോഡലുകൾ ഉണ്ടാവാറുണ്ട് നമുക്ക്. അപ്പം മോഡലിനെ വെച്ചിട്ടായിരിക്കും സിനിമ ചെയ്യുന്നത്, രണ്ട് തരത്തിലുണ്ടാവായിരിക്കും. പക്ഷെ നിലനിൽപ്പുണ്ടാവില്ല എന്ന് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം. പക്ഷേ പറഞ്ഞ പോലെ സിനിമ അതിൻ്റെ ഫോമിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ചിലപ്പോൾ സിനിമ തന്നെ ആണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മീഡിയം എന്നുള്ള നിലയിൽ ഇപ്പോൾ സിനിമ എന്നുള്ളതിനെ ഒരു അംബ്രല്ല ടേമായിട്ടാണ് എടുക്കുന്നത്. അത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസിനെ അങ്ങനെ എല്ലാ മൂവിങ് ഇമേജിൻ്റെയും ഒരു ആർട്ടിസ്റ്റിക് ഒരു അംബ്രല്ല ടേമായിട്ട് വേണമെങ്കിൽ സിനിമ എടുക്കാമെന്നുള്ള പുതിയ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പലതും വരുന്നുണ്ട്. നമ്മളിപ്പോൾ കല്യാണ വീഡിയോ ഇപ്പോൾ അതിൽ നന്നായിട്ട് ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വരുന്നു, ഇപ്പോൾ തിയേറ്ററിൽ, അങ്ങനെ എല്ലാ മേഖലയിലും മൂവിങ് ഇമേജസ് കടന്നു വന്നു, സർജറിയിൽ വരെ. അപ്പോൾ ആ അർത്ഥത്തിൽ സിനിമ എന്നുള്ളതിൻ്റെ മൂവിങ് ഇമേജസ് എന്നുള്ളതിന് വലിയ തരത്തിലുള്ള പിന്നെ ഒരു അല്ലെങ്കിൽ എല്ലാ മേഖലയിലേക്കും ചലനചിത്രങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ സിനിമയിലും ഈ ആർട്ട് എന്നുള്ള അർത്ഥത്തിൽ പോലും സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. എല്ലാ മേഖലയിലേക്കും വിഷ്വലിന് ആ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഡെല്യൂസ് പറഞ്ഞത് മനുഷ്യ ചരിത്രത്തിലെ ഒരു ഇവൻ്റായിട്ട് സിനിമയുടെ കണ്ടുപിടുത്തത്തെ കാണേണ്ടതുണ്ട്. പിന്നെ ചലിക്കുന്ന ചിത്രത്തെ അടയാളപ്പെടുത്താൻ അതുവരെ ഒരു ആർട്ട് ഫോമിനും കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ കഴിഞ്ഞ ഒരു ആർട്ട് ഫോമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യാത്മകമാവുക, നമ്മളൊക്കെ ദൃശ്യത്തിലേക്ക് ആവാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ഒരേ നിമിഷം ദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ എയുടെ കയ്യിൽ എല്ലാ മനുഷ്യരുടെയും പിന്നെ ദൃശ്യം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ചലനങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എന്നല്ല ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അതിൽ നിന്ന് നിർമ്മിക്കാനും പറ്റുമായിരിക്കാം. ഇതിൻ്റെ ഒരു സാധ്യത വളരെ വലുതാണ്. ഇപ്പം ഇങ്ങനൊരു കൺഫ്യൂഷനാണ് എനിക്കുള്ളത്. ഇത് സിനിമ തന്നെയും ആവുമോ അല്ലെങ്കിൽ ഏത് തരത്തിൽ നിൽക്കുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് മാഡത്തോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. അല്ല, മാഡം നേരത്തെ പറഞ്ഞു മനുഷ്യൻ്റെ വികാരങ്ങളും ഇതുകളൊന്നും മനസ്സിലാക്കാൻ ഇപ്പോൾ എ ഐക്കൊന്നും പറ്റില്ല, എ ഐ അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഡേയ്സ് ആയിട്ട് കുറച്ച് ന്യൂസ് കണ്ടിരുന്നു, ഒരാൾ എ ആയിട്ട് പ്രണയത്തിലാവുന്നു, പലരും എ ആയിട്ട് ഇതുപോലെ പല കാര്യങ്ങൾ ഇതുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങൾ അത്രയും മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതും അവർ തമ്മിൽ ആ ഒരു ഇതുകൾ നടക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഓഫ് കോഴ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ അതൊരു സോഫ്റ്റ്വെയർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം നമ്മൾ ഹെർ എന്നുള്ള സിനിമയൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ഒന്നെന്താ വെച്ചാൽ ആളുകളോട് നിരന്തരം ഈ സോഫ്റ്റ്വെയറുകൾ പക്ഷേ എത്ര തലത്തിൽ അതിൻ്റെ ഒരു പിന്നെ ഈ എങ്ങനെ അത് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇതിനെയൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും അല്ലെങ്കിൽ ഓരോ എക്സ്പീരിയൻസ് എന്നോ നിരന്തരം ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ അത് പിടിക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും. അപ്പോൾ നിലവിൽ ഒരു പക്ഷേ അത് അത്രമേൽ, കാരണം എല്ലാ വൈകാരികമായ തലങ്ങളെയൊന്നും മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യൻ പല സമയത്ത് പലതരത്തിലാണ് പെരുമാറുന്നതും ഇതാവുന്നതും. മനുഷ്യരിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പക്ഷെ എന്നാൽ ഏതോ ഒരു തരത്തിൽ നമ്മളൊക്കെ ഈ മനുഷ്യന് ഇത്രയധികം മാറ്റമുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ
അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഭാഷയുടെ കാര്യത്തിൽ പോലും ബാബേലിൻ്റെ കഥയൊക്കെ നമ്മൾ പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കഥ തന്നെ പറയുന്നുണ്ട്. ഇത്രയധികം മനുഷ്യനിങ്ങനെ ഒന്നിച്ച് വളർന്നു വരുന്ന കണ്ടപ്പോൾ ഒരുപാട് ഭാഷ ഉണ്ടാക്കിയത് മനുഷ്യൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം എന്താ വെച്ചാൽ മനുഷ്യൻ അങ്ങനെ വലിയ തലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഒരേ ഈ നിമിഷം തന്നെ പലതരത്തിൽ ചിന്തിക്കാനും പല പോസിബിലിറ്റി ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഹ്യൂമൻ ബ്രെയിനിന്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഹ്യൂമൻ ബ്രെയിനിന് സമാനമായിട്ട് ഒന്നിനെ കണ്ടെത്താനുള്ള നമ്മുടെ തന്നെ ആഗ്രഹം ഉണ്ടാവുന്നത്. ഒരുപക്ഷെ നമ്മൾ ദൈവത്തിനെ സൃഷ്ടിച്ചിട്ട് ദൈവം നമ്മളെ റൂൾ ചെയ്യാൻ തുടങ്ങിയ പോലെ നാളെ AI നമ്മളെ ഭരിക്കാൻ തുടങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാൽ പോലും ഈ ഒരു നമുക്ക് നിലവിൽ അത്ര നമ്മൾ അറ്റ് പ്രസൻറ്റ് അതത്ര പിന്നെ ആ രീതിയിലേക്ക് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഇപ്പോൾ AI എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഏർലി സ്റ്റേജാണ്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അനുസരിച്ചിട്ടായിരിക്കും അവർ നമുക്ക് തരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഹോളിവുഡ്, നിങ്ങൾ പറഞ്ഞില്ലേ ഹോളിവുഡ് ഫോർമാറ്റിലാണ് നമുക്ക് ചോദിക്കുമ്പോൾ കിട്ടുന്നത്. അത് നമ്മളെ രീതിയിൽ മലയാളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നിടത്തോളം അത് ഭാവി ഇമ്പ്രൂവ് ചെയ്ത് ഒരു മെച്ചർ ലെവലിൽ എത്തുമ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെയും AIയുടെയും തിങ്കിങ് ലെവൽ ഏകദേശം സെയിം പോലെ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ല, അത് അത്ര തന്നെയുള്ളൂ. കാരണം ഇപ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ ഡോക്ടർ TV മധു, അദ്ദേഹം ലണ്ടനിൽ ഒരു AI ബന്ധപ്പെട്ടുള്ള കോൺഫറൻസ് പോയപ്പോൾ പറഞ്ഞത് ഇനി മനുഷ്യൻ്റെ ആവശ്യം തന്നെ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ എല്ലാം AIക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് അത്രത്തോളം, കാരണം ഈ പറഞ്ഞ പോലെ ഒരു ദിവസം തന്നെ ഇതിന് കിട്ടുന്ന ഡാറ്റ, നമ്മളെപ്പോഴും ഈ ചരിത്രബോധം ഉള്ളതുകൊണ്ടാണല്ലോ മനുഷ്യൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റി സ്റ്റോറേജ് കൂടുതലാണ്, വലിയ തരത്തിലുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും മനുഷ്യൻ്റെ ഒരു അനലിറ്റിക്കൽ സ്കില്ലിലാണ് എനിക്കിപ്പോഴും ഒരു ധൈര്യമുള്ളത്. അത് നമുക്കങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പിന്നെ എപ്പോഴും ഒരു ചലഞ്ച് ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതിനോട് കൂട്ടിച്ചേർത്തിട്ട് ഒന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഈ ജനറേറ്റീവിൽ കൂടുതൽ പോകുമ്പോൾ ഒരു വിർച്വൽ ഗേൾ ഫ്രണ്ട് ഉണ്ട്, കാരി. ആ കാരി തരുന്ന ഇൻട്രാക്ഷനാണ് മെറ്റായി തരുന്നത്. പുള്ളി പറഞ്ഞത് ശരിയാണ്. നമ്മൾ 8 മണിക്കൂറൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ഇൻറ്റിമസി നമുക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് ലൈക്ക് ദ വിർച്വൽ ഗേൾ ഫ്രണ്ട് കാരി. ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് ആൾസോ. Is there any other questions? വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ. So before concluding, I would like to know, like Sridevi ma'am said, so cinema had gone through different stages where cinema has seen sound coming in, color coming in, then later digital coming in, and many different phases that cinema has gone through, and each and every stage we have face this question. Now what is going to be cinema? What is cinema? The ontology of cinema. So what is the ontology of cinema is going to be right now with the coming of AI. So what is cinema going to be with the coming of AI? So any comments on that? Anyone? I think like Sridevi said, the question what is cinema is forever going to stay. Nobody can ever answer what is cinema because as life is, it is indefinite, so it is immeasurable. So there is going to be more mystery. Nobody has ever found a way to say what is happening in the next moment, So that is the nature of life. So technology will try to mimic this nature of life. And also like Ishan said, the AI that is in this generation, he said, is close to become sentient. So when it becomes sentient, what kind of choices, what it will do, the morality and several other things, that will come under the larger umbrella of cinema. Cinema will continue to also have it under its kind wings. And I always think even until 3D, until recently, so many technologies, like you all said, cinema is seen, and until 3D also people have said, oh, 3D is going to swallow 2D cinema. But 2D cinema still is king, two-dimensional drawing or sketching, and painting has always faced so much in all the 500, 600 years. With so many new technologies, people used to like, oh, painting is going to go, or what? But still, the charm and the beauty and the mystery of a simple two-dimensional painting, even a line drawing is... so basically we are talking about perceptions. Different technologies will always introduce different perceptions. With perceptions, different questions will emerge. The questions will always
the questions will re-question the society's ethics, morality, politics, whatever is going on. And I personally think that AI, what will it become? The more sentient it become, I think I am a very optimistic person. So we will find a way of working with it, fighting it, or deceiving it back. I would like to think of it like that. I am not imagining the whole Hollywood template of, okay, AI, the machines coming and going to swallow us. Definitely, already we are seeing it is troubling us. The trouble is there, okay? So the more sensible thing is to actually talk about restrictions, reformations, censorship, all those things will be there. But we will also find a way to subvert it. But it's going to be fun, in a different way, to imagine it in film. Because for me, artificial intelligence, for me, in my understanding, is about other, what all this other can bring. The other is always mystery. And whenever this other tries to disguise itself as a demystification tool, ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നൊരു demystify ചെയ്യാൻ വേണ്ടിയിട്ട് അത് നടന്നാൽ it will become boring, okay, with everything. So the mystery angle of creation, of telling a story, of making a film is going to prevail. സിനിമ ജനപ്രിയ മാധ്യമം അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിൽ സിനിമയാണ് വേൾഡിലെ ഏറ്റവും പുതിയ മീഡിയം എന്ന് വേണമെങ്കിൽ പറയാം. സോ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള മീഡിയത്തിനെ അപേക്ഷിച്ച് സിനിമയ്ക്ക് ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ആൻ അഡാപ്റ്റബിൾ മീഡിയം. സോ ടെക്നോളജി എത്രത്തോളം സുപ്പീരിയർ ആയാലും സിനിമ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് റേഞ്ചിലോട്ട് കൊണ്ടുവരും. അതാണ് നിലവിൽ ഹിസ്റ്ററി ഓഫ് സിനിമ ഞാൻ കണ്ടിടത്തോളം ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫിലിം മേക്കിംഗ് ഇപ്പോഴും പറയുന്നുണ്ട്, സിനിമ ഈസ് നോട്ട്, ഇപ്പോൾ ഫിലിം അല്ല, ആക്ച്വലി ഡിജിറ്റൽ സിനിമ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോഴും ഫിലിം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. സോ ഇറ്റ്സ് ഓൾ, അത് അത്രേ ഉള്ളൂ. ഇത് മാറുന്നുണ്ട്, നമ്മൾ അറിയാണ്ട് സിനിമ എവല്യൂഷനുള്ള സ്റ്റേജിൽ, പല സ്റ്റേജിൽ ഒരു സ്റ്റേജ് മാത്രമാണിത്. So cinema is already evolving, it's been evolving, it's evolving now, and it will evolve anytime in the future also. So it's just a part of it. So വഴി കൂടെ പോകുന്ന സകലമായ പരിപാടിനെ അത് ഉപയോഗിക്കും. സോ അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോഴും നിലനിൽക്കാനുള്ള കാരണം. ഇപ്പോൾ ഒരു സർവൈവൽ മോഡുണ്ട് സിനിമയ്ക്ക്. ജസ്റ്റ് ലൈക്ക് നിങ്ങളെ ലോകത്ത് എവിടെ കൊണ്ടുപോയിട്ടാലും നിങ്ങൾ സർവൈവ് ചെയ്യുന്ന പോലെ തന്നെ സിനിമയ്ക്ക് ഒരു സർവൈവൽ സ്വഭാവമുള്ളൊരു മീഡിയയാണ് സിനിമ. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല ഇക്കാര്യത്തിലൊന്നും. പിന്നെ ഇതുവരെയുള്ള കാലത്തിനെ അപേക്ഷിച്ച് നിങ്ങൾ ഒരു ടെക്നീഷ്യനേക്കാളും മെച്ചപ്പെട്ട ആർട്ടിസ്റ്റായിട്ട് നിലനിൽക്കേണ്ട ആവശ്യം വളരെ കൂടുതലാണ്. യു ഷുഡ് റിമെയിൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ആൻ ഒറിജിനാലിറ്റി. സോ ദാറ്റ് ഈസ് ദ പോയിൻറ്റ് റൈറ്റ് നൗ. ബാക്കിയെല്ലാം ഒരു പക്ഷേ ജനറേറ്റ് ചെയ്യപ്പെടും. സോ ഇഫ് യു സ്റ്റേ ആൻ ആർട്ടിസ്റ്റ് എബവ് ഓൾ, then you can actually survive in that designation or in that profession എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഡിസൈനേഴ്സിന് കുറേ പേർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട് ഈ AI ഡിസൈനിങ് വന്നപ്പോൾ, എസ്പെഷ്യലി വെബ് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അത്രയുള്ള കാര്യങ്ങളിൽ. സോ പക്ഷേ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ജോലി പോയ പലർക്കും പറ്റിയ എന്താണെന്ന് വെച്ചാൽ ദേ വർ ആക്ച്വലി കൈൻഡ് ഓഫ് ടെക്നീഷ്യൻസ് ഡൂയിങ് ഒരു കൈൻഡ് ഓഫ് ജോബ് മാത്രം റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നീഷ്യൻസ് മാത്രമായി അവർ ചുരുങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോ നിങ്ങളുടെ ആർട്ട് വർക്കിലും നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതോ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യേണ്ടതോ ഒക്കെ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റേതായിട്ടുള്ളൊരു കോമ്പറ്റേറ്റീവ് ആൻഡ് എസ്തെറ്റിക് ത്വര നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ക്യാൻ സർവൈവ് ആസ് ആൻ ആർട്ടിസ്റ്റ് ആക്ച്വലി. പിന്നെ നമ്മളീ പറയുന്ന നമ്മളുടെ ആർട്ടിസ്റ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം നോക്കിയാൽ പോരാ. ഇനി റിസീവേഴ്സ് പണ്ടത്തെക്കാളും കുറച്ചും കൂടി നോളജബിൾ ആവേണ്ട കാലമാണ്. ബിക്കോസ് ദേ ക്യാൻ ഡിസീവ് യു വിത്ത് എനിത്തിങ് ആക്ച്വലി. ഇപ്പം ഞാനൊരു പാരഗ്രാഫ് FBയിൽ എഴുതിയിട്ട് ഇതിനൊരു ടാഗോറിൻ്റെ കവിത മാതിരി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പം തന്നെ ടാഗോറിൻ്റെ കവിതയുടെ സ്റ്റൈലിൽ ആ പാരഗ്രാഫിനെ ChatGPT കൺവേർട്ട് ചെയ്ത് തന്നു. ഇത് വായിക്കുന്ന ഒരാൾ അടിയിൽ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ടാഗോറിനെ പറ്റി അറിയാവുന്നവർക്കാണ് ഇത് ടാഗോറിൻ്റെ അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇത് റിസീവിങ് എൻഡിലുള്ളവർക്ക് പണ്ടത്തെ അപേക്ഷിച്ച് ഉത്തരവാദിത്തം ശരിക്കും കൂടിയിരിക്കുകയാണ്. സോ ഈക്വലി ഇതിനോട് എന്താ പറയുക, പണ്ടത്തെ അപേക്ഷിച്ച് വളരെ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കാതെ നമ്മളും കൂടി കുറേയും കൂടി ആർട്ട് എന്നുള്ള മേഖലയിൽ അല്ലെങ്കിൽ സിനിമ ആർട്ട് നമ്മൾ ഇതിൻ്റെ മേഖലയിൽ നമ്മളും കൂടി കുറച്ചും കൂടി റിസീവേഴ്സും കുറച്ചും കൂടി ഹിസ്റ്റോറിക്കലായിട്ടും അക്കാഡമിക്കായിട്ടൊക്കെ ഒന്ന്
ഇതാവേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ വാട്സപ്പ് വെച്ച് തന്നെ ഫേക്ക് ഇമേജറീസിൽ കൂടെ തന്നെ ലോകത്തിൽ വലിയ വലിയ ഭരണമാറ്റങ്ങൾ വരെ നടക്കുന്ന ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. ചരിത്രമല്ല, റീസെൻറ്റ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ എന്നൊക്കെ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതാ പറയുക. സോ അങ്ങനെയുള്ള കാലത്ത് ഒരു 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 പിക്ചറിൻ്റെ ഇടയിൽ ഒരു കൊട്ടേഷൻ എഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സെയിം കൈൻഡ് ഓഫ് കോഷൻ നിങ്ങൾ AI ആർട്ടിൻ്റെ കാര്യത്തിൽ എടുത്താൽ മതി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൂടുതൽ ഒറിജിനൽ സാധനങ്ങൾക്ക് വേണ്ടി നിങ്ങളും ആവശ്യപ്പെടുന്നു എന്നുള്ളൊരു പോയിൻ്റ് അതിൽ വരും. സോ ആർട്ടിസ്റ്റ് കൂടുതൽ ഒറിജിനൽ സാധനങ്ങൾ ഉണ്ടാക്കും. സോ ഇൻ ദാറ്റ് വേ ഇതൊക്കെ നല്ലതിനായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ല. ഓക്കെ, അല്ല ശരിയാണ്, എനിക്ക് അല്ല അബദ്ധം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞോളാം, എനിക്ക് കുഴപ്പമില്ലല്ലോ. ഉവ്വ ഞാനത് അംഗീകരിച്ചല്ലോ, അതിന് കുഴപ്പമില്ല, അതല്ലേ സംവാദം. ഐ എം ഹാപ്പി. നിങ്ങളുടെ പോയിന്റ് പറയൂ, ഞാൻ തയ്യാറാണല്ലോ കേൾക്കാം. നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റ് പറയാനുള്ള അവസരം തരുന്നതായിരിക്കും അതിന് കൃത്യമായ സമയത്ത്. പ്രിയ സുഹൃത്തെ, അല്ല ആ ചേട്ടൻ പോയിന്റ് പറയണ്ടേ പറഞ്ഞോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? എനിക്ക് കേൾക്കാലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു, അത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. അഭിപ്രായ വ്യത്യാസം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അത് കൃഷ്ണൻ പോയിന്റ് കേൾക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമാട്ടോ, കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അംഗീകരിച്ചു. വൈ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഓപ്പൺ ഫോറം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഓപ്പൺ ഫോറം ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.